BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റിനെ ഇന്ന് തീരുമാനിക്കും. ഇന്ന് അമിത്ഷാ എത്തിയ ശേഷം രാത്രി വിശദമായ ചർച്ച നടക്കും. ഇതിനിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. റഹീസ്, അണ്ണാമലൈ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആർക്കാണ് മുൻഗണന? പ്രത്യേകിച്ച് ഈ നേതാവിനെ ഏകകണ്ഠമായി തന്നെ തീരുമാനിക്കുമെന്നാണ് അണ്ണാമലൈ തന്നെ പറഞ്ഞത്. താൻ മത്സരരംഗത്തില്ലെന്നും അണ്ണാമലൈ പറഞ്ഞിരുന്നല്ലോ. പ്രവിത, അണ്ണാമലൈ അത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോഴും ഇപ്പോഴും തമിഴ്നാട്ടിലെ BJPക്കുള്ളിൽ കടുത്ത ഭിന്നതയുണ്ട്. കാരണം അണ്ണാമലയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക, അല്ലെങ്കിൽ AIDMKയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് BJP അധ്യക്ഷനെ മാറ്റുക എന്നുള്ളത് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഒരു വിഭാഗം അണ്ണാമലയെ പിന്തുണയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടിയാണ്. കാരണം AIDMKയുടെ ഒരൊറ്റ വാക്കിന്മേലാണ് ഇപ്പോൾ അണ്ണാമലയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. BJP സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പുചീട്ടായിരുന്നു ഈ അണ്ണാമലൈ. പാർട്ടിക്കുള്ളിൽ അനേകം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുവെ BJPയെ ലൈംലൈറ്റിൽ നിർത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ പിന്തുണയും ഒപ്പം തന്നെ അധ്യക്ഷ സ്ഥാനത്തിന് ഒരു ഇളക്കവും തട്ടത്തില്ല എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് AIDMKയുടെ എൻട്രി. അവിടെ വച്ച ഒരു കണ്ടീഷന് പുറത്ത് സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റുന്നതിൽ BJPക്കുള്ളിൽ ഭിന്നതയുണ്ട്. ഇത് പരിഹരിക്കുകയാണ് ഇന്ന് രാത്രിയോടെ ചെന്നൈയിലെത്തുന്ന അമിത്ഷായ്ക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അവിടെ പല നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ആദ്യം അണ്ണാമലയെ മാറ്റി നിർത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട റീസൺ പറഞ്ഞു വെക്കാൻ ഉണ്ടാകണം, അതിനൊരു കാര്യകാരണം ഉണ്ടാകണം എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. അണ്ണാമലയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾക്കാണ് സാധ്യത വരുന്നത്. ഒന്ന് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള L. മുരുകനാണ്. അദ്ദേഹവും അല്ലെങ്കിൽ മറ്റൊരു നേതാവിന്റെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ദളിത് വിഭാഗത്തിന് പ്രാതിനിധ്യം കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചില സർപ്രൈസ് പേരുകളും അവസാനവട്ടം പറഞ്ഞു കേൾക്കുന്നു. എങ്ങനെയായാലും അണ്ണാമലയെ മാറ്റി നിർത്തുന്നതിന് മുതിർന്ന നേതാക്കൾക്കടക്കം ചില വിശദീകരണം കേന്ദ്ര നേതൃത്വത്തിന് നൽകേണ്ടി വരും. പാർട്ടിക്കുള്ളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ പുകഞ്ഞു നിൽക്കുമ്പോഴാണ് ഇന്ന് രാത്രിയോടുകൂടി അമിത്ഷാ ചെന്നൈയിലേക്ക് എത്തുന്നത്. ഒരു മാരത്തോൺ ചർച്ച ഇന്ന് രാത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. അതിനുശേഷം ഇന്ന് ഒറ്റ പേരിലേക്ക് എത്തും. പിന്നാലെ ആ വിജ്ഞാപനം അനുസരിച്ച് നാളെ ഉച്ചയോട് കൂടിയിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. അതിനുശേഷം 4 മണിയോടുകൂടി ഔദ്യോഗികമായി ആരാണ് പ്രസിഡന്റ് എന്നുള്ള കാര്യം വ്യക്തമാകും. പ്രഖ്യാപനം മറ്റന്നാളായിരിക്കും ഉണ്ടാവുക. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇന്ന് രാത്രി ചെന്നൈയിലെത്തുന്ന അമിത്ഷായ്ക്ക് പിടിപ്പത് പണിയുണ്ട്. അത് പ്രസിഡന്റിനെ തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ തമിഴ്നാട്ടിലെ BJPയെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഈ നേതാക്കളെയൊക്കെ അനുനയിപ്പിച്ച് ഒറ്റൊരു പേരിലേക്ക് എത്തുക എന്ന് പറയുന്നത് അല്പം ദുഷ്കരമാണെന്നാണ് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകുന്ന വിവരം.